ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കോ സിനിമ കണ്ട് വന്നിരിക്കുന്ന വഴിയാണ് ഗൈസ്. സാധനം കത്തും, ഉറപ്പാണ്. കത്തും എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. സാധനം കത്തിയിരിക്കും, കത്തി കാണും. ഇപ്പോഴേ ഓൾറെഡി കത്തി. അജാതി വയലൻസ് എന്ന് പറഞ്ഞാൽ അവർ എന്താണോ നമ്മുടെ അടുത്ത് പറഞ്ഞത് ആ ഒരു സാധനം അവർക്ക് ആ സിനിമയിൽ ഇട്ടിട്ടുണ്ട്, അവർ തരാൻ സാധിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡ് പലയിടത്തും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അവരെന്താണോ പ്രേക്ഷകരെടുത്ത് പറഞ്ഞത് ആ സാധനം 100% അവരെ നീതി പുലർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കഥയോ വേറെ കാര്യങ്ങളോ ഒന്നും നോക്കരുത്. പോയി ഒരു ഫൈറ്റ് മൂവി അല്ലെങ്കിൽ അത്രയും ബ്രൂട്ടൽ വയലൻസ് ഉള്ള ഒരു ഫൈറ്റ് മൂവി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോരയൊക്കെ തെറിക്കുന്ന കാണാൻ ഒരു ഇളുപ്പില്ലെങ്കിൽ, പലതും അറുത്ത് വീഴുന്ന കാണാൻ ഇളുപ്പില്ലെങ്കിൽ ധൈര്യമായി പോയി കാണാം. അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത്രയും വയലൻസ് ഉള്ള മൂവി ഞാൻ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, ഇന്ത്യയിലും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് മലയാളത്തിൽ അത്രയും വയലൻസ് ഉള്ള മൂവി കണ്ടിട്ടില്ല. ബട്ട് നമ്മൾ കൊറിയൻ മൂവീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വയലൻസ് അല്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സെൻസർ ബോർഡിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാവുന്ന വയലൻസിന്റെ മാക്സിമം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. സെൻസർ ബോർഡ് നല്ല രീതിയിൽ ഇതിനകത്ത് കുറേ സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പല സീൻസും പെട്ടെന്ന് അവർക്ക് നല്ല രീതിയിൽ കാണിക്കണമെന്നുണ്ട്. പക്ഷെ എന്നാലും ഈ സെൻസർ ബോർഡിന്റെ കൈകടത്തൽ കാരണം പെട്ടെന്ന് അങ്ങ് ഒരു മിന്നായം പോലെ കാണിച്ചിട്ട് അങ്ങ് പോകും തോന്നുന്നു. ഒരു സീൻ ഞാൻ പറയാം, അത് സ്പോയിലർ ഒന്നുമല്ല. ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പുറത്തോട്ട് വരുന്നൊരു സീനുണ്ട്. അത് മിന്നായം പോലെ ഒന്ന് കാണിച്ചിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് സെൻസർ ബോർഡ് ഇതിനകത്ത് കൈകടത്താതിരുന്നിരുന്നെങ്കിൽ അവന്മാർ ഇതിനേക്കാളും ബ്രൂട്ടലാക്കി മാറ്റിന് ഈ സാധനം. എനിക്കത് മനസ്സിലാവാത്തെ. ഈ A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ അഡൾട്ട്സ് ഉള്ളിയാണ്. അന്നേരം ഇതിനകത്ത് കയറി കട്ട് ചെയ്ത് അലമ്പേണ്ട ആവശ്യമുണ്ടോ ഈ സെൻസർ ബോർഡിന്? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു സർട്ടിഫിക്കേഷനും കൂടെ വെക്കണം അഡീഷണൽ. ഈ A മാറ്റിയുള്ള AA സർട്ടിഫിക്കേഷനൊന്നോ ആ രീതിയിലുള്ള ബ്രൂട്ടൽ സാധനം നമ്മുടെ ഇവിടെ വരണമെങ്കിൽ ഒരു AA സർട്ടിഫിക്കേഷനൊക്കെ വേണ്ടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവന്മാർ അറിഞ്ഞാൻ പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയും. സോ പടം കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത്. സിനിമാക്കാർക്ക് നല്ല രീതിയിൽ വയലൻസ് കാണിക്കണമെന്നുണ്ട്. പക്ഷെ സെൻസർ ബോർഡിന്റെ റൂൾസ് കാരണം പലതും എന്താ പറയുക, ഒരു കുറച്ച് ഇതിനകത്ത് എന്നും പറഞ്ഞ് ഇതിനകത്ത് വയലൻസ് അങ്ങും ഭയങ്കര മൈൽഡാകുന്നൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. ഹെവിയാണ്, ഹെവി. നമ്മളില്ല ട്രെയിലറിനകത്തൊരു ചെവി കടിച്ചു പറിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് ഏറ്റവും ചെറിയ ഒരു വയലൻസ് സീനാണ്, ചെവി കടിച്ചു പറിക്കുന്നത്. അതൊന്നും അല്ല. ഓക്കെ, നല്ല രീതിയിൽ വയലൻസ്. പല സീനും കാണുമ്പോൾ നമ്മളില്ല ഫ്രൂട്ട് നിഞ്ചയ്ക്കകത്ത് നമ്മളില്ല തണ്ണിമത്തൻ അടിച്ച് പൊട്ടിക്കത്തില്ലേ, അന്നേരം ഇങ്ങനെ തെറിക്കത്തില്ലേ, അതുപോലാണ് ഇവിടനകത്ത് ഓരോരുത്തന്മാരെ തലയൊക്കെ അടിച്ച് പൊളിക്കുന്നത്. അത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ നമുക്ക് ഓരോ 5 മിനിറ്റിലും ഒരു കൊല കാണാം. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഓരോ 30 സെക്കൻഡിലും ഒരാൾ മരിച്ചു വീഴും. ഇതിനകത്ത് എത്ര പേര് മരിച്ചു വീഴുമോ നമുക്കൊരു ഐഡിയ ഇല്ല. സീരിയസ്ലി എണ്ണാൻ നിന്നാൽ പോലും നമുക്ക് പറ്റൂല, അത്രയും ആൾക്കാർ ഇതിനകത്ത് മരിച്ചു വീഴുന്നുണ്ട്. സോ കം ടു ദ മൂവി. കഥയും മണ്ണാങ്കട്ടയൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതിനകത്ത് അവർ ഇമ്പോർട്ടൻസ് ഒരു കാര്യത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വയലൻസ്. പിന്നെ ഫൈറ്റ് സീനും ഓക്കെ, ബട്ട് വയലൻസിന് ഇതിന് വേറൊരു ഫാൻ ബേസ് ഉണ്ട്. ഉണ്ണി മുകുന്ദൻ നല്ല വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കിണ്ണം കാച്ചിയ ഒരു ഇൻട്രോ ആണ്. ആ മാതിരി ഒരു ഇൻട്രോ ഒന്നും വേറെ ഒരു നടന് കിട്ടിയിട്ടില്ല. അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു ഇൻട്രോ. നമുക്ക് ഓരോ പോയിന്റും പറഞ്ഞു തരാം. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു 50 പേജ് നന്ദി എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തോരം നന്ദിയാണ് ഈ സിനിമയ്ക്ക്. അതായത് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു വയലൻസ് ഡിസ്ക്ലൈമർ ഉണ്ട്, ഇതിനകത്ത് ബ്രൂട്ടലായിട്ട് സാധനമുണ്ട്. സോ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കാണാമെന്ന് പറഞ്ഞൊരു വയലൻസ് ഡിസ്ക്ലൈമറും അവർ കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ഇട്ടേക്കുന്നത്. ആണായി പിറന്നോനെന്നും പറഞ്ഞിട്ടുള്ള മറ്റേ ഡാപ്സിയെ കൊണ്ട് പാടിപ്പിച്ചിട്ട് പിന്നെ മറ്റേ പുള്ളിയെ കൊണ്ട് സന്തോഷ് വെങ്കിയെ കൊണ്ട് പാടിപ്പിച്ച പാട്ട്. ആ ഡാപ്സിയുടെ പാട്ടല്ല ഇതിനകത്ത് വെച്ചേക്കുന്നത്, സന്തോഷ് വെങ്കിയുടെ പാട്ടാണ്. അതുപോലെ തന്നെ മറ്റേ ബേബി ജീൻ്റെ പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്നും ഇതിനകത്തില്ല. അതൊക്കെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രം ഇറക്കിയ പാട്ടം കണ്ടാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, BGM അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റായിട്ടൊന്നുമല്ല തുടങ്ങുന്നില്ല, പടക്കം പൊട്ടുന്നതിൻ്റെ കൂട്ടാണ് സിനിമ തുടങ്ങുന്നത്. അത്രയും ഹെവി BGM ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. തുടക്കം തൊട്ട് ഒടുക്കം വരെ BGMന്റെ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു സാധനം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. സൈലന്റ് ആയിരിക്കുന്ന സീനൊക്കെ വളരെ ഇതിനകത്ത് കുറവാണ്. 1, 2 അല്ലെങ്കിൽ 10 സെക്കൻഡ് കണ്ടേ ഉള്ളൂ സൈലന്റ് BGM ഇല്ലാത്ത ഒരു സീൻ വരുന്നത്. അത് സെക്കൻഡ് ഹാഫിൽ ഒരു സീനാണ്, അത് കാണുമ്പോൾ മനസ്സിലാവും. അല്ലാതെ ഇതിനകത്ത് മൊത്തം കംപ്ലീറ്റ് BGMന്റെ കളിയാണ്. പിന്നെ മറ്റേ ഭീഷ്മപർവ്വത്തിനകത്ത് വീടാണ് ഇവരുടെ വീട്. ആ വീടിനൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. ആ വീട്ടിൽ വെച്ചൊക്കെ കുറേ സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര എന്താ പറയുക, പറയുന്നില്ല. പിന്നെ എനിക്കിതിനകത്തൊരു കോമഡി ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ബോഡി അവിടെ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് നോക്കുകയാണ്. ബോഡി കണ്ടിട്ട് അപ്പം തന്നെ അവർ അവിടെ നിന്ന് തന്നെ പറയും, ഇത് മരിച്ചിരിക്കുന്നത്
ചെയ്തിരിക്കുന്നത് ഒരു പുരുഷനാണ്. പുരുഷൻ 25 വയസ്സുണ്ട്. പരിശോധിച്ച് നോക്കണ്ട, ബോഡി കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ പറ്റും, എനിക്കറിയില്ല. അതൊരു ലോജിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ജഗദീഷിൻ്റെ ഇൻട്രോയ്ക്കാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയേക്കുന്നത്. തിയേറ്റർ ഫുള്ളായിരുന്നു, ഫില്ലായിരുന്നു. ഉണ്ണിമൂന്തൻ്റെ ഇൻട്രോയേക്കാൾ കൂടുതൽ കയ്യടി കിട്ടിയത് ജഗദീഷിനാണ്. ജഗദീഷും അത്യാവശ്യം നല്ല രീതിയിൽ വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ പുള്ളിയെ കൊണ്ട് ചെറുതായിട്ടൊരു കല്ലടിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി ആ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിനകത്തൊരു ക്ലീശ പോലെ തോന്നിയത് ഇല്ല, പിള്ളേരെ കൊണ്ട് പൊക്കിയടിപ്പിക്കുമല്ലോ, മാർക്കോ അതാണ് ഇതാണ്, അത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിള്ളേരെ കൊണ്ട് പൊക്കിയടിപ്പിക്കുന്നത്, എന്നിട്ട് അവസാനം ഞാനൊന്നും പറയുന്നില്ല. ഇതിനകത്ത് ഉണ്ണിമൂന്ന് മാരക സ്റ്റൈലാണ്. ഇതിനകത്തൊരു KGF അല്ലെങ്കിൽ ഒരു ജോൺ വിക്കിന്റെ ഒക്കെ ഒരു സ്റ്റൈല് പിടിക്കാൻ പുള്ളി ഇതിനകത്ത് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് പുള്ളിക്ക് ചേരുന്നുണ്ട്, ഓക്കെ, നല്ല രീതിയിൽ ചേരുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സ്റ്റൈല് കാണിക്കാൻ വേണ്ടി സ്റ്റൈല് കാണിക്കുന്ന പോലൊരു തോന്നല്. പിന്നെ ഇത് കംപ്ലീറ്റ് ഒരു ഫൈറ്റ് മൂവിയാണ് ഗൈസ്. പുഷ്പ 2 ഫൈറ്റിനെയൊക്കെ കടി ഫൈറ്റ് ഉണ്ടല്ലോ, അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. പുഷ്പ 2 മറ്റേ കടി ഫൈറ്റ്, അത് കടിച്ച് മനുഷ്യനെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ആ ഫൈറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, കിടിലമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, നമ്മുടെ മിക്കായൽ മൂവി ഉണ്ടല്ലോ നിവിൻ പോളിയുടെ, അതിന്റെ ഒരു പ്രീക്വലായിട്ടാണ് ഈ മാർക്കോ എടുത്തിരിക്കുന്നത്. ആ മിക്കായൽ മൂവിയുടെ ഏറ്റവും അവസാനം ഈ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ അതിനകത്തുണ്ട് ഉണ്ണിമൂന്നിന്റെ. ആ ഉണ്ണിമൂന്നിന്റെ ക്യാരക്ടറിനെ നിവിൻ പോളി മറ്റേ സർജിക്കൽ ബ്ലേഡ് വെച്ച് കൊല്ലുന്ന പോലാണ് കാണിക്കുന്നത്. ഞാൻ എന്തായാലും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചിട്ട് ഇവനെയാണോ അവൻ ഒരു ഉളുപ്പില്ലാതെ കൊന്നു കളഞ്ഞത്. അത് ഈ സിനിമ കണ്ടിട്ട് ആ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ നാണക്കേടാണ്. സീരിയസ്ലി നിവിൻ പോളി തന്നെ നാണം കിട്ടുന്നവരും ഇവനെ അവൻ കൊന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു കാരണവശാലും വിശ്വസിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് ഒരാളുടെ ജീവനും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ആ കൂടി 2 പേരുടെ ജീവന് മാത്രമേ ഇതിനകത്ത് ഗ്യാരണ്ടി ഉള്ളൂ. ഒന്ന് മാർക്കോയുടെ ജീവനും ഒന്ന് ജോർജിന്റെ ജീവനും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിയാണല്ലോ മറ്റേ മിക്കായല്. അതിനകത്ത് ജോർജും അതുപോലെ തന്നെ മാർക്കോയും ഉണ്ടായതിന്റെ പേരിൽ ജോർജിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സിദ്ദീഖാണ്. പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടത്. പിന്നെ ബാക്കി എല്ലാവരുടെയും ജീവന് എന്ന് വെച്ചാൽ ലിറ്ററലി എല്ലാവരുടെയും ജീവൻ ഇതിനകത്ത് പുല്ല് വില. ഇവരുടെ 2 പേരുടെ ജീവനും മാത്രമേ ഉള്ളൂ വില. അത് ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ജീവനും പുല്ല് വിലയായത്. പിന്നെ വേർ ഈസ് ദ പോലീസ് ഇൻ ദിസ് മൂവി? തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് പോലീസിനെ ഒന്ന് കാണിക്കും, പിന്നെ ഇതിനകത്ത് പോലീസ് ഇല്ല. നമ്മൾ ഈ പോലീസിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് മറ്റേ ആനിമൽ മൂവിയായി കണ്ടിരിക്കുന്ന പോലെ കണ്ടിരിക്കായിരുന്നു. പോലീസ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ കണ്ടിരിക്കായിരുന്നു. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് തുടക്കത്തിലൊരു പോലീസ് ഉണ്ട്, അത് കഴിഞ്ഞ് പോലീസ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. ബട്ട് അതൊന്നും ഈ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊന്നും ഈ സിനിമയുടെ ആസ്വാദനത്തെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. നമ്മൾ ആ ഒരു മൂഡിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സീരിയസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു സെക്കൻഡ് പോലും എനിക്ക് ലാഗ് അടിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ എന്തുവാടുത്തത് നീ ആരെയാ കൊല്ലാൻ പോകുന്നത്, എത്ര വരെയാ കൊല്ലാൻ പോകുന്നത്, നീ എങ്ങനെയാ കൊല്ലാൻ പോകുന്നത്, ആ ഒരു ആകാംക്ഷയിൽ ഒരു കൊല വെറിയിലിരുന്ന് സിനിമ കാണത്തില്ല. ആ ഒരു വെറിയിലായിട്ട് ഇരുന്ന് സിനിമ കണ്ടത്. ഇതിനകത്ത് 7 ഫൈറ്റ് ആണെന്ന് തോന്നുന്നുള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയൊക്കെ ഇടിക്കുന്നു. ഒരുപാട് പേരെ വരുമ്പം മാർക്ക് ഒറ്റയ്ക്കിരുന്ന് ഇടിക്കുന്ന കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതെല്ലാം ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നാരോ ആയിട്ടുള്ളൊരു വഴിയിൽ കൂടെ വരുമ്പോൾ അന്നേരം ആൾക്കാർക്ക് വട്ടത്തിൽ വരാൻ പറ്റത്തില്ലല്ലോ. അന്നേരം നാരോ ആയിട്ടുള്ളൊരു വഴിയിൽ കൂടെ വന്നിട്ട് അവിടെ കടന്നുള്ള ഇടിയാണ്. ആ രീതിയിലാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ മാർക്കോ നേരിടുമ്പം അവർ ആ ഒരു ഫൈറ്റ് സീക്വൻസ് മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം മാത്രം ചെറിയ ഒരു ഇല്ലോജിക്കലായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി കടന്നു പോയ പോലെ ഫീൽ ചെയ്തു. പക്ഷെ ബാക്കി എല്ലായിടത്തും നല്ല രീതിയിൽ കുറച്ച് ലോജിക്കൊക്കെ വെച്ച് തന്നെയാണ് അവർ ആ ഫൈറ്റ് സീക്വൻസ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വില്ലന്മാർ ഭയങ്കര ബ്രൂട്ടൽ വില്ലന്മാരാണ്. ഭയങ്കര ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അമ്മോതിരി വില്ലന്മാരാണ്. പക്ഷെ ഇത്രയും ബുദ്ധിയില്ലാത്ത വില്ലന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗൈസ്. ഉമ്മര് ലോക പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് വെട്ടിക്കൂട്ടാൻ മാത്രമേ കിട്ടുള്ളൂ. അത്രയും പൊട്ടന്മാരാണ് ഇവന്മാര്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ മൂവിക്ക് ഒരു പ്രോപ്പർ സ്റ്റാർട്ടിങ്ങും ഒരു പ്രോപ്പർ എൻഡിങ്ങും ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പല ബിഗ് ബഡ്ജറ്റ് മൂവികളിലും കാണാൻ പറ്റാത്ത ഒന്നാണ് ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ലാത്തത്. ഞാൻ ഒരു സമയത്ത് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഈശ്വര ഇത് ഇവിടെ വെച്ച് തീരുമോ, എന്നിട്ട് നെക്സ്റ്റ് പാർട്ട് ഇപ്പോൾ എഴുതി കാണിക്കുമോ ഞാൻ ഒന്നും മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ആ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു തലത്തിലോട്ട് സാധനം പോയി. സോ അത് വലിയൊരു താങ്ക്സ്, സീരിയസ്ലി ഒരു ബിഗ് താങ്ക്സ് അങ്ങനെ കൊണ്ട് നിർത്തിയതിന്. പിന്നെ ഒരു നെക്സ്റ്റ് പാർട്ടിലേക്കുള്ള ഒരു ചെറിയൊരു സാധനം കൂടി ഇട്ടിട്ടാണ് സിനിമ തീരുന്നത്.
ഈ സിനിമ തീർന്ന എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ലൈറ്റ് ഓഫ് ആയി സിനിമ തീർന്നു. ഇത് തന്നെയാണോ നിങ്ങൾക്കും അനുഭവപ്പെട്ടതെന്ന് സിനിമ കണ്ടിട്ടുള്ളവർ പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ കണ്ട തിയേറ്ററിലും ഇത് തന്നെ അനുഭവം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ അവസാനം പ്രൊജക്ടർ റൂമിൽ ഇരുന്ന ചേട്ടനെയൊക്കെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ സിനിമ തീർന്നു എന്ന്. ഞാൻ മറ്റൊരു വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ബഹളമൊക്കെ ഉണ്ടായി, അടിയും തെരുവിലേക്ക് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. കാര്യം ആ രീതിയിലാണ് സിനിമ കൊണ്ട് പെട്ടെന്ന് അങ്ങ് ലൈറ്റ് ഓഫ് ആക്കി അങ്ങ് നിർത്തിയേക്കാണ്. സോ അങ്ങനെയാണോ നിങ്ങളുടെ തിയേറ്ററിലും ഉണ്ടായെന്ന് ഒന്ന് താഴെ ഒന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ ഈ സിനിമ കണ്ടിട്ട് കുരു പൊട്ടിയ ചില അവന്മാര് മിക്കവാറും ഈ സിനിമയ്ക്ക് വല്ല സ്റ്റേ വല്ലതും കൊടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. കാര്യം അത്രയും ബ്രൂട്ടലാണോ, അയ്യോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ബ്രൂട്ടലൊന്നും പറ്റത്തില്ലെന്നും പറയുകയാണെങ്കിൽ ചില ട്രെൻഡുകൾ കാണാൻ കോടതി കൊണ്ട് സ്റ്റേ കൊടുക്കും, ഇത് പിള്ളേരെ ഭയങ്കരമായിട്ട് ഇതാക്കും, മാനസിക നില തെറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. മാർക്കോ സിനിമയുടെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കഴിപ്പണം കെട്ടവന്മാർ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇപ്പോഴേ ഒരു മുൻകരുതൽ എടുത്ത് വെക്കുക. കാരണം ഇത്രയും ബ്രൂട്ടൽ വയലൻസ് ഉള്ള സിനിമ നമ്മുടെ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികം കണ്ടിട്ടില്ല. നമ്മുടെ സെൻസർ ബോർഡ് എത്രമാത്രം ബ്രൂട്ടൽ സീൻസ് അനുവദിക്കും അത്രയും ബ്രൂട്ടൽ സാധനം ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്, അത്രയും കിടിലമായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം അതുകൊണ്ട് ഇത് എന്തോലും കുരുകൂട്ടുന്ന കുറേ അവന്മാർ വരും, ഇതൊക്കെ ഇങ്ങനെയുള്ള പടങ്ങൾ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിപ്പണം കിട്ടവന്മാർ മിക്കവാറും വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് മാർക്കോ ടീംസ് ഒന്ന് കരുതിയിരുന്നു. പിന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കുട്ടികളെ കൊണ്ട്, ഗർഭിണികളെ കൊണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുപോയാലും ഗർഭിണികളെ ഒരു കാരണവശാലും ഈ സിനിമ കാണാൻ കൊണ്ടുവരുന്നത്, ഒരു കാരണവശാലും കൊണ്ടുപോയില്ല. ഇത് മസ്റ്റാണ്, ഗർഭിണികളെ കൊണ്ടുപോയേ ചെയ്യരുത്. ബ്ലഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ തലയിറങ്ങി വീഴുന്ന ടീംസിനൊന്നും ഈ ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോവുകയേ ചെയ്യരുത്. റിക്വസ്റ്റ് ആണ്, സീരിയസ്ലി റിക്വസ്റ്റ് ആണ്. കാര്യം ഇത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ചോരയുടെ ചോര 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 മൊത്തം കംപ്ലീറ്റ് ചോര. നമ്മളൊരുമാതിരി ഇറച്ചിക്കടയിൽ ചെന്ന ഫീലാണ്. സീരിയസ്ലി മൊത്തം ചോര, അത്രയും ബ്രൂട്ടൽ വയലൻസ് ഇതിനകത്തുണ്ട്. സോ പടം കത്തും, ഉറപ്പായിട്ടും കത്തും. ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിലോട്ടൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് അവർ മാർക്കോ ടീം എന്താണോ പറഞ്ഞു വെച്ചത് അത് അവർ പാലിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു ബിഗ് സല്യൂട്ട് ഗൈസ്. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് കഥ എന്താണ് മറ്റേ എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടൊന്നും വന്നേക്കില്ലേ. ആ ഒരു സാധനം ഉണ്ടല്ലോ വയലൻസ്, അത് കാണാൻ വേണ്ടി മാത്രം പോയി തിയേറ്ററിൽ നിന്ന് കാണുക. നമ്മൾ ഇംഗ്ലീഷും പല മൂവിയിലും കണ്ട ആ ലെവലിലുള്ള വയലൻസ് ഒക്കെ പ്രതീക്ഷയൊന്നും പോവുകയും ചെയ്യരുത്. അങ്ങനെയുള്ള പടങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വയലൻസ് മൂവി. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.